രാവിലത്തെ ചായകുടിയും പരിപാടിയിലും കഴിഞ്ഞു. ഇന്ന് നമുക്കൊരു ദൂരയാത്ര, അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് പരിപാടി. വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, ചെയിനൊക്കെ ലൂബ് ചെയ്യണം. ഔട്ട് ഞാൻ മാമ്പിടിക്കേണ്ട ചിങ്ങിട്ട് ഞാനവിടെ എത്തിയപ്പോൾ ആശാനകരമായ പണിയില്ല. മൂപ്പര് വണ്ടിന്റെ ഇൻഡിക്കേറ്ററിന്റെ ബൾബ് ആ പീടിന്ന് വാങ്ങിയിട്ട് മാറ്റി. ഞാൻ വിചാരിച്ചു സാധനം കത്തൂലെന്ന്, പക്ഷേ എങ്കിൽ അങ്ങനെ അതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്ത് കണ്ട് നമ്മൾ നേരെ ഇന്റെ വണ്ടി സർവീസ് ഒരു വണ്ടി സ്റ്റാൻഡ് മേലിട്ട് നല്ല പതപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സർവീസ് ചെയ്ത് തന്നു. അവിടെ തന്നെ നമ്മൾ ചെയിനും ലൂബ് ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് വൈലത്തൂർ ഡ്രൈവ് ത്രൂ. കാരണം ഇന്റെ ഹെൽമെറ്റിൽ ഞാനും ബാവുട്ടി ഇന്ന് പോകാൻ പോണത് പാലക്കാട്. നമ്മളെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഹർഷന്റെ വീട്ടിൽ. അവിടെ നിന്ന് ഹെൽമെറ്റും വാങ്ങിയിട്ട് നമ്മൾ നേരെ ഊട്ടി ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്ത് ഓന്റെ വീട്ടിൽ കൊടുക്കാനുള്ള സാധനം എടുത്തുകൊണ്ട് നമ്മൾ നേരെ ബാവുട്ടിനെ പിക്ക് ചെയ്യാൻ പോകട്ടെ. അങ്ങനെ ബാവുട്ടിന് വണ്ടിമേ കയറ്റിക്കാണ് നമ്മൾ തിരൂർ വഴിയാണ് പോണത്. അപ്പൊ അരിക്കാട് പാടം ചെമ്പ്ര അങ്ങനെ വിട്ട് വണ്ടി തിരൂരിൽ നിന്ന് വിട്ടിട്ട് പിന്നെ വണ്ടി വേറെ എവിടെയും നിർത്തിയിട്ടില്ല. കറക്റ്റ് 98 കിലോമീറ്റർ നിന്നിട്ടാവും അവന്റെ കറക്റ്റ് 50 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ പമ്പിൽ വണ്ടി നിർത്തി. അവിടെ കയറി ടോയ്ലറ്റിൽ യൂസ് ചെയ്ത് മുകളിലൊന്ന് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. ഹർഷന്റെ വീട് വരുന്നത് പാലക്കാട് നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ട് കടമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഒരു സംഖ്യ ഓടാണ്ട്. നമ്മളെ ബൈക്കിന്റെ ടാങ്ക് ചെറുതായതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ എണ്ണ അടിക്കുന്നുണ്ട്. ഓണം നബിദിനല്ലായതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പരിപാടിയെല്ലാം നടക്കും. അതിന്റേതായ ചെറിയ ചെറിയ ബ്ലോക്ക് എല്ലാം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് വെച്ച് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മളൊന്ന് കഴിച്ചു. അതുകൊണ്ട് തന്നെ പാലക്കാട് എത്തിയ പാടം ചായ കുടിക്കാനും വണ്ടി സൈഡായി. ചായ കുടി കഴിഞ്ഞ് പിന്നെ വണ്ടി നിർത്തുന്നത് ഓന്റെ നാട്ടിലാണ്. ഓന്റെ പേരിലെത്തി. ഇതാണ് കേട്ടോ ഓന്റെ പെങ്ങൾ. ഇതാണ് നമ്മൾ അർശനിക്ക് ഉണ്ടാക്കുന്ന പുതിയ വീട് ഇട്ട. അതിന്റെ ഉള്ളെല്ലാം കയറി ഒന്ന് ചുറ്റി കറങ്ങി. അവന്റെ അമ്മയാണെങ്കിൽ അപ്പോഴത്തെ പൊറാട്ട എല്ലാം കൊണ്ടിരിപ്പിച്ച് ഫുഡെല്ലാം റെഡി. യാത്ര ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ബീഫും പൊറാട്ട അടിച്ച് അവന്റെ വീട്ടിലെടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി നാട്ടിക്ക് വിട്ടു. നല്ല ചെറിയ മഴയും ഹൈവേയും എന്താ രസം. അപ്പം നാളെ കാണാം.